إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒന്നൊഴിയാതെ കണിശമായി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സഈദ് ബിൻ അബീ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. യമനിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്ത് ഹമല ഉമ്മഹു വറാഅ ളുഹ്രിഹി. അദ്ദേഹത്തിൻ്റെ വരവ് എങ്ങനെയാണ്? സ്വന്തം ഉമ്മയെ തോളിലേറ്റി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലൽ. ഉമ്മയെ തവാഫ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ചുമടേറ്റിയാണെങ്കിൽ, അല്ലെങ്കിൽ ചുമലിൽ ഏറ്റിക്കൊണ്ടാണെങ്കിൽ, അദ്ദേഹം ആ കാര്യം ഇങ്ങനെ എടുത്തു പറയുകയാണ്. ഇൻ ഉദ്ഗിറത് റികാബുഹാ ലം ഉദ്ഗർ. തീർച്ചയായും ഞാൻ ഒരൊട്ടകമാണ്, ഈ യാത്രക്കാരിക്ക് കീഴ്പ്പെട്ട ഒരൊട്ടകമാണ് എന്ന് പറയുകയും ഈ ഒട്ടകത്തെ ആര് പേടിപ്പിച്ചാലും ഒരിക്കലും ഭയപ്പെടുകയോ തിരിഞ്ഞു പോവുകയോ ചെയ്യാത്ത വിധം ഉമ്മയോടുള്ള ആ സ്നേഹത്തിൻ്റെ വാചകങ്ങൾ അദ്ദേഹം ഉറക്കെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതറാനി ജസൈതുഹ. ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത കുറച്ചെങ്കിലും വീട്ടിയല്ലോ എന്നാണ്.
ഇത് കേട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ലാ, ഒരിക്കലും താങ്കൾ ഉമ്മയോട് ചെയ്ത ബാധ്യത അതെവിടെയും എത്തിയിട്ടില്ല. വലാ ബിസഫ്രത്തിൻ വാഹിദത്തിൻ മിൻ സഫറാത്തിൽ വിലാദ, നിന്റെ പ്രസവത്തിൻ്റെ നൊമ്പരമേറ്റ്, ആ നോവേറ്റ് പ്രയാസമേറ്റ് നിന്റെ ഉമ്മ വലിച്ച ഒരു ശ്വാസത്തിൻ്റെ അടുക്കിലേക്ക് പോലും നിന്റെ ഈ ത്യാഗം എത്തിയിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തിരുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമ്മോട് എന്താണ് പറയുന്നത്? യമനിൻ്റെ ഭാഗത്ത് നിന്ന് സ്വന്തം ഉമ്മയെ തോളിലേറ്റി വന്ന് കഅബ തവാഫ് ചെയ്യുമ്പോൾ പോലും അത് ഉമ്മ സഹിച്ച ത്യാഗത്തിൻ്റെ അടുക്കിലേക്ക് പോലും എത്തിയിട്ടില്ല. എത്രത്തോളം പ്രസവത്തിൻ്റെ നൊമ്പരമേറ്റ് നിന്റെ ഉമ്മ വലിച്ചൊരു ശ്വാസത്തിൻ്റെ അടുക്കിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മോട് പറയുന്ന വാചകങ്ങൾ കഠിനമായതാണ്, കണിശമായതാണ്, ദീനിൻ്റെ ഭാഷ ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പൂർവികരിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ അത്ഭുതം തോന്നിപ്പോകും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു. ആ ഉത്തരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചു എന്നാണ്. എന്താണ് കാരണം? ചരിത്രത്തിൽ കാണാം, നാദത്തുഹു ഉമ്മുഹു ഫഅജാബഹ, അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലയുടെ ഉമ്മ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം ഉത്തരം കൊടുക്കുകയും ചെയ്തു. ഫഅലാ സൗതുഹു സൗതഹ, പക്ഷേ ഉമ്മയുടെ ശബ്ദത്തേക്കാൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടി. ഉമ്മ വിളിച്ചതിനേക്കാൾ ഉച്ചത്തിലാണ് ഇദ്ദേഹം വിളി കേട്ടത്. അതുകൊണ്ട് ഫഅഅതക റകബതൈൻ, അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചു എന്നാണ്. അതൊരു തെറ്റായി പോകുമോ? ഉമ്മയോട് കാണിച്ച ഒരു മര്യാദക്കേടായി പോകുമോ? അത് എൻ്റെ പക്കൽ ഒരു തിന്മയായി രേഖപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് 2 അടിമകളെ മോചിപ്പിച്ചു എന്ന് പൂർവികരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞ ഓരോ വാചകങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ എത്രത്തോളം നമ്മൾ അതിന് ഗൗരവം കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്കൊരു മനുഷ്യൻ വരുന്നുണ്ട്. അന്നഹു അതാഹു റജുലുൻ, ഒരു മനുഷ്യൻ വരികയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖതബതു ഇംറഅതൻ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫഅബത് അൻ തൻകിഹനി, അവൾ എന്നെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അവൾക്ക് ഇഷ്ടവുമായിരുന്നു. ഫഗിർതു അലൈഹ, അതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ടായി, എനിക്ക് കോപമുണ്ടായി. ഫഖതൽതുഹ, ഞാൻ അവളെ കൊന്നു. ഞാനൊരു സ്ത്രീയെ ആഗ്രഹിച്ചു, വിവാഹം കഴിക്കണമെന്ന് അന്വേഷണങ്ങൾ നടത്തി, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു, ആ വിവാഹത്തിൽ അവൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ആ സ്ത്രീയെ കൊന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പശ്ചാത്താപമുണ്ടോ? അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, താങ്കളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലാ, ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജൽ വതഖറബ് ഇലൈഹി മസ്തതഅത്, എങ്കിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങിക്കോളൂ. അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ നന്മകളും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തോളൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചയക്കുകയാണ്, കൊലപാതകയാണ്. ആദ്യം ചോദിച്ചത് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തൗബ ചെയ്ത് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ പോയതിനു ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് ആ മനുഷ്യനോട് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ
അഖറബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിദ്ദിൽ വാലിദ. തീർച്ചയായും എനിക്കറിയുകയില്ല. എന്തെനിക്കറിയില്ല? അള്ളാഹുവിലേക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് അടുക്കുന്നതിനേക്കാൾ മറ്റൊരു കർമ്മവും എനിക്കറിയുകയില്ല എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നത്. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, വർത്തമാന കാലഘട്ടത്തിൽ ഇന്ന് മാതാപിതാക്കളുടെ സ്ഥാനം എവിടെയാണ്? പുറത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എത്രത്തോളം ഭീതിപ്പെടുത്തുന്നതാണ്. 18ഉം 20ഉം വയസ്സുള്ള ആൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം. പെൺകുട്ടികളെ കുറിച്ച് കണ്ണുനീര് വാർക്കുന്ന മാതാപിതാക്കളുടെ എത്രയോ കഥകൾ നമ്മളെല്ലാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് ഇത്രത്തോളം ശ്രദ്ധയില്ലായ്മ വന്നു എന്ന് ചോദിച്ചാൽ, ദീനിന്റെ അധ്യാപനങ്ങൾ മാതാപിതാക്കളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇലിയാസ് ഇബ്നു മുആവിയ ഇബ്നു ഖുറ എന്ന് പറയുന്ന താബഈ പണ്ഡിതൻ ഒരു ദിവസം വികാര നിർഭരമായി കൊണ്ട് കരഞ്ഞുകയാണ്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, മാ യുബ്കീക്, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കളുടെ പ്രയാസം എന്താണ്? താങ്കളെ കരയിപ്പിക്കുന്ന കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, കാനലി ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് തുറന്നിട്ട 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു ഈ ദുനിയാവിൽ. അതിലൊരു കവാടം ഇന്ന് അടക്കപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചത് അദ്ദേഹം അനുസ്മരിക്കുന്നത്, ഓർക്കുന്നത്, സ്വർഗത്തിലേക്ക് തുറന്നിട്ടൊരു കവാടം ഇന്ന് അടക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അബുവാ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, അള്ളാഹുവേ, എൻ്റെ ഉമ്മയുടെ കബറിടം ഒന്ന് സന്ദർശിക്കാൻ എനിക്ക് അനുവാദം നൽകുമോ എന്നാണ്. ആ ഉമ്മയുടെ കബറിടം സന്ദർശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് രണ്ടാമതായി ചോദിച്ച കാര്യമാണ്, ഉമ്മക്ക് വേണ്ടി ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടോ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവകാശം നിഷേധിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് എന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസിനിയല്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഉമ്മക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും അവകാശമില്ല എന്ന് പ്രവാചകൻ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അവസാനം ഉമ്മയുടെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് കണ്ണുനീര് വാർക്കുന്ന പ്രവാചകനെയാണ് ചരിത്രത്തിൽ ഞാൻ നിങ്ങളും വായിക്കുന്നത്. ഉമ്മയോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. തീർന്നില്ല, സ്വഹാബത്തിന്റെ കൂടെ പ്രവാചകൻ ഇരിക്കുന്നു. അവിടെയാണ് പടുകിളവിയായ ഒരു വൃദ്ധയായ സ്ത്രീ പ്രവാചകനെ തേടി, പ്രവാചകൻ അന്വേഷിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, പ്രവാചകന്റെ തോളത്തുണ്ടായിരുന്ന തട്ടം അതവിടെ വിരിച്ചു കൊടുക്കുകയാണ്. ആ സ്ത്രീയെ കൈപിടിച്ചു കൊണ്ടുവന്ന് ആ തട്ടത്തിലിരുത്തുകയാണ്. പ്രവാചകൻ ഭക്ഷണം കൊടുക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ ചില സമ്മാനങ്ങൾ കൊടുത്ത സ്ത്രീയെ യാത്രയാക്കുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കളുടെ വസ്ത്രത്തിലിരുത്തി സ്വീകരിച്ച, താങ്കൾ ഭക്ഷണം കൊടുത്ത, ഇത്രത്തോളം ആദരിച്ച പിന്നെ യാത്ര അയക്കുമ്പോ പിറകിലൂടെ ചെന്ന് ആ സ്ത്രീയെ നല്ല രൂപത്തിൽ പരിഗണിച്ചല്ലോ, ആരാണ് എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെന്റെ വളർത്തുമ്മയാണ്, ഹലീമയാണ്, ഹലീമത്തു സഅദിയ. ആ വളർത്തുമ്മയോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രത്തോളം ആദരവും ബഹുമാനവും കാണിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടം എന്താണ്? കുറച്ച് പ്രായം കഴിയുമ്പോൾ തനിക്ക് ഞാൻ മാത്രം മതി എന്ന് തോന്നുമ്പോൾ, എന്തിനധികം സ്വന്തം ഉമ്മ മരിച്ചാൽ പോലും അവരോടുള്ള ബാധ്യത നമ്മിൽ നിന്ന് വീടുന്നുണ്ടോ? ആരാണ് പിതാവെന്ന് പറഞ്ഞാൽ പലപ്പോഴും നൊമ്പരപ്പെടുത്തി, പ്രയാസപ്പെടുത്തി, ഈ മനുഷ്യനൊക്കെ എന്താണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് പ്രിയപ്പെട്ടവരെ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം എന്താണെന്നറിയോ? സ്വന്തം പിതാവിനോടുള്ള ബാധ്യത നിങ്ങൾക്ക് വീടണമെങ്കിൽ സ്വന്തം പിതാവിനെ നിങ്ങൾ അടിമയായി ഒന്ന് കാണണമെന്നതാണ്. അടിമയായി കണ്ടിട്ട് പണം കൊടുത്ത് ആ അടിമയെ അഥവാ സ്വന്തം പിതാവിനെ മോചിപ്പിച്ചാൽ പോലും സ്വന്തം പിതാവിനോടുള്ള ബാധ്യത, ഹക്ക്, അത് വീടുകയില്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികൾ ഇന്നോ സഹോദരങ്ങളെ,
വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ സംസാരങ്ങൾ കേട്ട് 6 മാസം ഞാൻ നോക്കാമെന്നും 6 മാസം മൂത്തരേഷ്ഠൻ നോക്കണമെന്നും പരസ്പരം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന കളിപ്പന്തായി നമ്മുടെ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ മാറി. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പൂർവികരിൽ ക്രൂരന്മാരായ ചില മനുഷ്യന്മാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അബ്ബാസികളുടെ ഭരണകാലത്ത് ബർമക്കി കുടുംബം അവർ ജയിലിലാണ്. ഫദ്ൽ എന്ന് പറയുന്ന ഫദ്ൽ അൽ ബർമക്കി, അതുപോലെ തന്നെ യഹിയ അദ്ദേഹത്തിൻ്റെ ഉപ്പയും ജയിലിലാണ്. ഇവർ ഹാറൂൺ റഷീദിൻ്റെ ഭരണകാലത്ത് കൊട്ടാരത്തിൽ ജീവിച്ച, മന്ത്രിമാരായി ജീവിച്ച, സുഖത്തിൽ ജീവിച്ച ആളുകളാണ്. ഇവർ ജയിലിൻ്റെ സാഹചര്യങ്ങളും ജയിലിലെ സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം കുറഞ്ഞപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ വല്ലാത്തൊരു പ്രയാസം. ശൈത്യകാലത്ത് വെള്ളത്തിൽ അഥവാ തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചൊരിക്കലും ശീലമില്ല, ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അതുകൊണ്ട് പിതാവിന് വേണ്ടിയിട്ട് മകൻ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരോട് വെള്ളം ചോദിക്കുകയാണ്, ചൂടുവെള്ളം. പിതാവിന് രാവിലെ കുളിക്കണമെങ്കിൽ ചൂടുവെള്ളം വേണം. ജയിലിലെ അധികൃതർ പറഞ്ഞു, ഇല്ല, ജയിലിൽ എല്ലാവർക്കും കിട്ടുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും മാത്രമാണ് നിങ്ങൾക്കും ലഭിക്കുക എന്ന് പറഞ്ഞ് വെള്ളം നിഷേധിച്ചു. അവസാനം ഇദ്ദേഹത്തിൻ്റെ മകൻ ചെയ്തത്, പിതാവിന് രാവിലെ കുളിക്കാനുള്ള വെള്ളം രാത്രി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് ആ പാത്രത്തെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുമെന്നാണ്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിനൊരു ചൂടുണ്ട് അല്ലേ? ആ മനുഷ്യ ശരീരത്തിൻ്റെ ചൂട് തട്ടിയിട്ട് ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ കൊടും തണുപ്പൊന്ന് വിട്ട് അതൊന്ന് സാധാരണഗതിയിലൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആ പാത്രത്തെ ചുറ്റി വലഞ്ഞ് ആ മകൻ രാത്രി കിടക്കുമെന്നതാണ്. ഇവൻ ആരാണ്? ക്രൂരതകൾ ചെയ്ത, അക്രമങ്ങൾ ചെയ്ത മനുഷ്യരാണ്. എന്നിട്ട് പോലും സ്വന്തം പിതാവിനോട് കാണിച്ച മര്യാദ, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കളും എവിടെയാണ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കെല്ലാം സുപരിചിതമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞ ആയത്തുകൾ. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉഫിൻ എന്നവരോട് പറയരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഉഫിൻ എന്ന് പറഞ്ഞാൽ? തഅഫുഫ് എന്ന വാക്കിൽ നിന്നാണ് ഉഫിൻ എന്ന് വന്നിട്ടുള്ളത്. അഥവാ നീരസത്തിൻ്റെ, ഇഷ്ടമില്ലായ്മയുടെ ഒരു ചെറിയ പ്രയോഗം പോലും സ്വന്തം ഉമ്മയോട് പാടില്ല എന്നാണ്. വലാ തൻഹറുഹുമാ, നഹറ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക എന്നതാണ്. അങ്ങനെ വാക്കാൽ പ്രവർത്തിയാൽ ഒരു നീരസത്തിൻ്റെ, അനിഷ്ടത്തിൻ്റെ ഒരു പ്രവർത്തനവും അവരോട് പാടില്ല. എന്നിട്ട് അവരോട് മാന്യമായി സംസാരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാന്യത എന്താണ് എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഖൗലൽ അബ്ദിൽ മുദ്നിബി സയ്യിദിൽ ഫദ്ൽ അലീൽ, ക്രൂരനായ പരീക്ഷ സ്വഭാവിയായ ഒരു നേതാവിൻ്റെ മുന്നിൽ തെറ്റ് ചെയ്ത അടിമ എങ്ങനെയാണോ നിൽക്കുക അതേപോലെയായിരിക്കണം മാതാവിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടത്. ക്രൂരനായ പരീക്ഷ സ്വഭാവിയായ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ, ഒരു നേതാവിൻ്റെ മുന്നിൽ തെറ്റ് ചെയ്ത ഒരു പ്രജ നിൽക്കുന്നത് പോലെയായിരിക്കണം സ്വന്തം മാതാവിൻ്റെ മുന്നിൽ, സ്വന്തം ഉപ്പയുടെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് മുഫസ്സിറുകൾ അഥവാ മുൻകാല പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ സ്വന്തം ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമായിരുന്നില്ല. ഉമ്മയോട് നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്, പക്ഷെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നില്ല. ആളുകൾ ചോദിച്ചു എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉമ്മ പൂതി വെച്ച, ഉമ്മ നോക്കി വെച്ച ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗം ഉമ്മക്ക് മുന്നേ ഞാനെടുത്ത് കഴിച്ചാൽ എൻ്റെ ഉമ്മയോടുള്ള അനാദരവാകുമോ, അതല്ലെങ്കിൽ ഉമ്മയോടുള്ള ബഹുമാനക്കേടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഭക്ഷണം പോലും എടുത്ത് കഴിക്കാത്തത്, ഉമ്മയുടെ കൂടെ ഒരുമിച്ചിരിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂർവികരുടെ ജീവിതത്തിൽ എത്രയോ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ത്വൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉമ്മ വീടിൻ്റെ താഴെയുണ്ടാകുമ്പോൾ അദ്ദേഹം വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറില്ല എന്നാണ്, വീടിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറില്ല എന്നാണ്, വീടിൻ്റെ മുകളിൽ കയറി അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. ഉമ്മ താഴെ നിൽക്കുമ്പോൾ ഞാൻ മുകളിലാണ് എന്നൊരു വിചാരം പോലും ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലാണ് ഉമ്മ വീട്ടിലുള്ളപ്പോൾ അദ്ദേഹം വീടിൻ്റെ മുകളിൽ കയറാതിരുന്നത്. എന്തുകൊണ്ട് സഹോദരങ്ങളെ പൂർവികർ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ദീനിൻ്റെ ഭാഷ അത്രത്തോളം ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ ചോദിക്കും, എന്താണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പക്കും ഉമ്മക്കൊരു കുറവ്? ഭക്ഷണമില്ലേ, സൗകര്യങ്ങളില്ലേ,
ബാത്റൂമിലേക്ക് പിടിച്ചു പോകാൻ കമ്പിയില്ലേ? അവിടുന്ന് എഴുന്നേൽക്കാനും കമ്പിയില്ലേ? നല്ല ശീതീകരിച്ച മുറികളില്ലേ? മരുന്നില്ലേ? അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇന്ന് കാണുന്ന ഈ വൃദ്ധമാതാക്കളെ കൊണ്ടുപോയി ആക്കുന്ന അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലുമുണ്ട്. പക്ഷെ അവിടെ കിട്ടാത്ത ഒന്ന് അത് നമുക്കേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതെന്താണ്? അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ്, അവർക്കുള്ള പ്രാർത്ഥനയാണ്. വൃദ്ധസദനത്തിൽ ഭക്ഷണമുണ്ട്, വൃദ്ധസദനത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അവർക്ക് വേണ്ട ചികിത്സകളും മരുന്നുകളും കിട്ടുന്നുണ്ട്. പക്ഷെ കിട്ടാത്തത് സ്നേഹമാണ്. അത് സ്വന്തം മക്കളെപ്പോലെ കൊടുക്കാൻ മറ്റൊരാൾക്കും സാധിക്കില്ല എന്ന തിരിച്ചറിവ് നമ്മൾ അറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഉമയ്യ ഇബ്ൻ അൽ അസ്കർ അൽ കിനാനി എന്ന് പറയുന്നൊരു മനുഷ്യൻ തൻ്റെ മകൻ കിലാബുമായിട്ട് ഹിജറ വരികയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ നാട്ടിലെത്തി. എന്താണ് ഈ ഉപ്പയുടെയും മകൻ്റെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, തൻ്റെ പിതാവിനോട് തുല്യതയില്ലാത്ത വണ്ണം സ്നേഹിക്കുന്ന മകനാണ് ഈ കിലാബ് എന്ന് പറയുന്ന മകൻ. അപ്പോൾ പിന്നീട് യർമൂക്കിൻ്റെ യുദ്ധകാഹളം കേട്ടിട്ട് ചരിത്രത്തിലെ യുവാക്കളായ അബ്ദുല്ലാഹിനോ സുബൈറിനെ പോലെയുള്ള സ്വഹാബികളെല്ലാം യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കിലാബ് എന്ന് പറയുന്ന ഈ മകനും അദ്ദേഹത്തിനും യുദ്ധം ചെയ്യാൻ ആഗ്രഹം. പിതാവിൻ്റെ ആ സാന്നിധ്യം ഒഴിവാക്കിയിട്ട് യർമൂക്കിൻ്റെ യുദ്ധക്കളത്തിലേക്ക് ഈ കിലാബ് എന്ന് പറയുന്ന മകൻ യാത്ര തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആ സമയത്താണ് ആ പിതാവിന് വല്ലാത്ത പ്രയാസം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. മകനെ വിട്ടു നിന്നിട്ട് ഒരിക്കലും ഒരു ശീലമില്ല. എന്നിട്ടോ അവസാനം ഈ പിതാവ് കരഞ്ഞ് കരഞ്ഞ് ആ പിതാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ചരിത്രം പറയുന്നു, അദ്ദേഹം വല്ല മാടപ്രാവോ പ്രാവുകളോ വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന ശബ്ദം കേട്ടാൽ, പ്രാവിൻ്റെ കുറുകൽ കേട്ടാൽ കിലാബിനെ ആലോചിച്ചുകൊണ്ട് ആ പിതാവ് കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് വെളുക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നാണ്. വലമ്മാ വസലത്തിൽ ഈറു ഖാല അബൂഹു മിന്നി ലഅജിദു റീഹ യൂസുഫ് അൽഖഹു അലാ വജ്ഹി വർതദ്ദ ബസീറ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം പോലെ അതിൻ്റെ ഒരു തരി ആവർത്തനമെന്ന് പറയാൻ കഴിയുന്ന വണ്ണമുള്ള ഒരു ചരിത്രമായിരുന്നു അത് എന്നുള്ളതാണ്. അഥവാ എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിഞ്ഞു. ഇങ്ങനൊരു പിതാവ് മകൻ്റെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്, മകൻ്റെ വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ പിതാവിനോട് കാര്യങ്ങൾ ചോദിച്ചു. ആ പിതാവ് പറഞ്ഞു, എൻ്റെ മരണത്തിൻ്റെ മുമ്പ് അവനെ എനിക്കൊന്ന് മുത്തി മണക്കണമെന്നതാണ്. അതൊരു പ്രയോഗമാണ്. കാരണം ഒരു പിതാവും ഒരു മാതാവും തൻ്റെ മക്കളെ ചുണ്ടുകൊണ്ട് മാത്രമല്ല ചുംബിക്കാറുള്ളത്, അവരുടെ മൂക്കുകൊണ്ടും കവിളുകൊണ്ടും മുഖം കൊണ്ടുമാണ് അവർ ചുംബിക്കുക. ഈ ഉമയ്യ എന്ന് പറയുന്ന പിതാവ് പറയാണ്, കിലാബിനെ എനിക്ക് കിട്ടിയാൽ മരണത്തിൻ്റെ മുമ്പെങ്ങാനും അവനെ കണ്ടാൽ ഒന്നെനിക്ക് അവനെ മുത്തി മണക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ്. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ രണഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഉപ്പയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹത്തിൻ്റെ ആഴം, അതിരിത്രത്തോളം മൂർച്ചയുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മകൻ പറഞ്ഞു കൊടുക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ ഉമർ എല്ലാ പ്രഭാതത്തിലും എൻ്റെ ഉപ്പക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഞാനാണ്, ഞങ്ങളങ്ങനെ വിട്ടു നിൽക്കാറില്ല. എന്നിട്ട് പറയാണ്, എല്ലാ രാവിലെയും എൻ്റെ ഉപ്പക്ക് ഒട്ടകത്തിൻ്റെ പാല് ഞാൻ കറന്നു കൊടുക്കും, ഒട്ടകത്തിൻ്റെ അകിട് നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ പാല് കറന്ന് എൻ്റെ ഉപ്പക്ക് കൊണ്ടുകൊടുക്കാറുള്ളത് എന്നാണ്. ഒട്ടകത്തിൻ്റെ അകിട് കഴുകുക എന്നത് പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രയോഗമാണ്. കാരണം കുറച്ച് കട്ടിയുള്ള കടുപ്പമുള്ള അല്ലെങ്കിൽ ഒരു ഗന്ധമുള്ളതാണ് ഒട്ടകത്തിൻ്റെ പാല് എന്ന് പറഞ്ഞാൽ. അകിട് കഴുകിയിട്ടില്ല എങ്കിൽ, അത് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് കുടിക്കാൻ തന്നെ ഏറെ പ്രയാസകരമായി തീരും. അതുകൊണ്ട് ഈ മകൻ ചെയ്യാറുള്ളത് തൻ്റെ ഉപ്പക്ക് വേണ്ടി വൃത്തിയായി കഴുകിയിട്ട് പാലെടുത്തു കൊണ്ടുപോയി കൊടുക്കുമെന്നതാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഇന്നത്തെ ദിവസം നിൻ്റെ ഉപ്പക്ക് വേണ്ടി നീ പാല് കറക്കുന്നത് പോലെ കറന്ന് ഒരു പാത്രത്തിൽ കയ്യിലേക്ക് തരണമെന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാലുമായിട്ട് മകനെ കൂട്ടി ചെല്ലുകയാണ്. കൂടെ മകനുണ്ട് എന്ന് ഉമ്മയ്യക്കറിയില്ല, കാരണം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പാലിൻ്റെ പാത്രം ചുണ്ടോടടുപ്പിച്ച്
ഉമയ്യ എന്ന് പറയുന്ന ആ പിതാവ് കുടിക്കുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, വല്ലാഹി ഇന്നി ലഅശമ്മ റായിഹത യദി വവലദി കിലാബിൻ ഫീ ഹാദൽ ലബൻ. അമീറുൽ മുഅ്മിനീൻ ഉമർ, തീർച്ചയായും ഈ പാത്രത്തിൽ, ഈ പാലിൽ എൻ്റെ മകൻ്റെ ഗന്ധം ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൻ്റെ ഗന്ധമറിയാൻ, നമ്മുടെ വിയർപ്പിൻ്റെ ഗന്ധമറിയാൻ, നമ്മുടെ വസ്ത്രത്തിൻ്റെ ഗന്ധമറിയാൻ കഴിയുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ചുളിചുളിഞ്ഞ ശരീരം, അവരുടെ ആ കയ്യിലൊന്ന് പിടിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രയാസമായി കാണുന്നവരുണ്ട്. എന്തിനധികം ക്യാമ്പസിലേക്ക് തൻ്റെ പിതാവിനെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സഹപാഠികൾക്ക് മുന്നിൽ, കൂട്ടുകാർക്ക് മുന്നിൽ എൻ്റെ പിതാവാണ്, മാതാവാണ് എന്ന് പറയാൻ മടി കാണിക്കുന്നവരുണ്ട്. എന്തിനധികം പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ ഭാഷ എന്തെന്നറിയുമോ? ഇസ്ലാമിൻ്റെ കണിശമായ അധ്യാപനം എന്തെന്നറിയുമോ? അവരും നിങ്ങളുമായി പോകുന്ന സമയത്ത് അവരിരിക്കാതെ നിങ്ങളൊരു സദസ്സിലും കയറിയിരിക്കരുത് എന്നാണ്. അവരെ നിങ്ങൾ മുന്നിൽ നടത്തണമെന്നാണ്, നിങ്ങൾ പിന്നിൽ നടക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ അധ്യാപനങ്ങൾ കേട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് സ്വന്തം പിതാവിനെ മാറ്റി നിർത്താൻ കഴിയുക, സ്വന്തം ഉമ്മയെ മാറ്റി നിർത്താൻ കഴിയുക? അവരോട് എങ്ങനെയാണ് ഒന്ന് ഉറക്കെ ഉച്ചത്തിലൊന്ന് തുറിച്ചു നോക്കാൻ കഴിയുക? പൂർവികർ പറഞ്ഞു വെച്ച വാചകമുണ്ട്, നിനക്കൊരാളോട് ദേഷ്യം വന്നു, ഒരാളോട് കോപം വന്നു, നിന്റെ മുഖം ചുവന്നു, നിന്റെ കണ്ണുകളിൽ ആ ദേഷ്യമുണ്ട്, നിന്റെ മുഖത്ത് ആ ദേഷ്യമുണ്ട്, ആ മുഖമായിക്കൊണ്ട് നിന്റെ ഉമ്മയെ നീ നോക്കി പോകരുത്. ഉമ്മയോടല്ല ദേഷ്യം, ഉപ്പയോടല്ല ദേഷ്യം, വേറെ ഏതോ വ്യക്തിയോടാണ് ദേഷ്യം. പക്ഷേ ആ മുഖവുമായി സ്വന്തം ഉമ്മയെ നോക്കരുത് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുവോ അത്രത്തോളമാണ് നമുക്ക് ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളെന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്തെ സൗഭാഗ്യങ്ങളെന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞ അധ്യാപനത്തിൻ്റെ ഒരു സാരാംശം എന്താണ്? ഉമ്മയുടെ കാലിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്ക്, അവിടെ നിനക്ക് സ്വർഗമുണ്ട് എന്നതാണ്. ഉപ്പ സ്വർഗത്തിൻ്റെ കവാടമാണ്. അത് നീ നഷ്ടപ്പെടുത്തണോ, അത് നേടിയെടുക്കണോ എന്ന് നീയാണ് ചിന്തിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ അടുക്കലേക്ക് ആളുകൾ വരികയാണ്. ഉബായിഉക അലൽ ഹിജ്റ, പ്രവാചകരെ താങ്കളുടെ കൂടെ ഞങ്ങൾ ഹിജ്റ വരട്ടെ, വൽ ജിഹാദ്, ജിഹാദിന് വരട്ടെ, അബ്തഗി അജ്റ മിനല്ലാഹ്, ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. ഞങ്ങൾ ഹിജ്റ വരട്ടെ, ജിഹാദിന് വരട്ടെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, ഇതാ മാതാപിതാക്കളുണ്ടോ വീട്ടിൽ? ഉണ്ട്. ജീവനോടുകൂടിയുണ്ടോ? അതെ ഉണ്ട്. എങ്കിൽ തിരിച്ചു പോയിക്കോളൂ എന്നാണ്. ഫർജിഅ ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമാ, അവിടേക്ക് ചെന്ന് അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിച്ചാൽ അതാണ് നിങ്ങളുടെ ജിഹാദ്, അതാണ് നിങ്ങളുടെ ഹിജ്റ, അതാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? നമ്മുടെ ഉപ്പക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? മറമാടി പോന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ദിവസത്തിൽ അതിൻ്റെ മുന്നിലൂടെ എത്രയോ തവണ നമ്മൾ പോകുന്നവരാണ്. ആ കബറൊന്ന് സന്ദർശിച്ച് അവർക്കൊന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ പറയാറുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? പൂർവികർ പറഞ്ഞു, നീ 5 നേരം നമസ്കരിച്ചാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത അത് വീടുകയാണ്. ആ നമസ്കാരത്തിന് ശേഷം നീ നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിച്ചിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് മറക്കാതെ ഓർത്ത് അത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥനയിൽ മാത്രം നിർത്തേണ്ടതല്ല. അവരെങ്ങനെയാണ് നമ്മളെ നോക്കിയത്, അവരെങ്ങനെയാണ് നമ്മളെ പരിചരിച്ചത്, അവർ നമ്മോട് എങ്ങനെയായിരുന്നു നിന്നത്, അവരുടെ കൺതടം എന്താണ് കറുത്തുപോയത്, അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രത്തോളം മുറിവേറ്റത്, അതേപോലെ തന്നെ ഉപ്പയുടെ വസ്ത്രം എന്താണ് ഇങ്ങനെയായിപ്പോയത്, അവർക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തല നരച്ചതും, ഇതൊക്കെ നമുക്കറിയാം. ഏത് സാഹചര്യത്തിലാണ്, വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവരെങ്ങനെയാണ് ചെറുപ്പത്തിൽ നമ്മളെ പോറ്റി വളർത്തിയത്, അത് എടുത്ത് നമ്മോട് ചെയ്ത നന്മകളെ പ്രിയപ്പെട്ടവരെ എടുത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മക്കളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബത്തിഹി വമൻ വാലാ വബഅദ്.
ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ. MDMA പിടിക്കുക എന്നതൊരു വാർത്തയല്ലാതെയായി മാറിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലഹരിയുടെയും മോശമായ ക്യാമ്പസ് അന്തരീക്ഷങ്ങളും അതേപോലെ തന്നെ കലാലയങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അക്രമങ്ങളും റാഗിങ്ങും കൊലപാതകങ്ങളുമെല്ലാം തുടർക്കഥകളാണ് നമ്മുടെ കേരളത്തിൽ. 1 ഗ്രാം MDMAക്ക് 5000-ഉം 10,000-ഉം കൊടുത്തു വാങ്ങാൻ പല കൊട്ടേഷൻ സംഘങ്ങളിലും ചെന്നുപോയി പെടുന്ന കൗമാരക്കാരുടെയും യുവാക്കളുടെയും എണ്ണം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാളേറെ വലിയ പ്രയാസങ്ങളാണ് വിശ്വാസരംഗത്ത് നമ്മുടെ മക്കൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗമുണ്ടോ നരകമുണ്ടോ, ആരാണ് പരലോകം കണ്ടുവന്നവർ, അള്ളാഹു ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ച് സ്വന്തം അസ്തിത്വം പോലും മറന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ദീനിയായി നല്ല രൂപത്തിൽ ദിശാബോധം നൽകി വളർത്തുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഇന്ന് ലിബറൽ ചിന്താഗതികൾ എത്രത്തോളം നമ്മുടെ മക്കളെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഒരു ജോലിയാകട്ടെ എന്നാണ്. ജോലിയായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വിവാഹമെന്നതാണ്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, സ്വന്തം നാടിനോടും കുടുംബത്തോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ എനിക്കെൻ്റെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ ഒന്നിലും ഇടപെടേണ്ടതില്ല, എനിക്കെൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും എന്ന് പറയുന്ന വിദ്യാർത്ഥികളാണ്, സമൂഹമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര് കൈപിടിക്കുമെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ പറയാൻ എല്ലാവരുമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പള്ളി മഹല്ലുകളുണ്ട്. പ്രശ്നങ്ങളെ വീർപ്പിച്ച് കാണിക്കാനും മാധ്യമങ്ങളും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പരിഹാരം പറയാൻ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച ദിവസത്തിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന വിശ്വാസരംഗത്താകട്ടെ, കർമ്മരംഗത്താകട്ടെ, ധാർമ്മിക രംഗത്താകട്ടെ, സദാചാര മേഖലകളിലാകട്ടെ, അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ബാധ്യതയാണ് അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക എന്നത്. എന്തിനാണ് കാരണമെന്ന് ചോദിച്ചാൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ദറജ സ്വർഗത്തിൽ ഇങ്ങനെ ഉയർത്തിക്കൊടുക്കുമെന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇന്ന റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന. സ്വർഗത്തിൽ ആ മനുഷ്യൻ്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, അന്ന ഹാദാ, അല്ലാഹു ഇതെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയപ്പെടുന്ന വാചകമുണ്ട്, ബിഇസ്തിഗ്ഫാരി വലദിക ലക്, നിൻ്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ ദറജ ഉയർത്തപ്പെടുന്നത് എന്നാണ്. മരണശേഷവും നമുക്ക് ഉപകാരം കിട്ടുന്നതാണ് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ ചോദിച്ചു നോക്കേ, ഒരു 18 വയസ്സുള്ള 20 വയസ്സുള്ള നമ്മുടെ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് നമ്മൾ ചോദിക്കുക, 15കാരനോട് ചോദിക്കുക, ഉമ്മ മരിച്ചാൽ നാളെ ഖബറിലാണ്, ഉപ്പ മരിച്ചാൽ നാളെ ഖബറിലാണ്, ഇതാ ഉപ്പയുടെ ഏത് ഭാഗത്താണ് നിന്ന് കൈകെട്ടി നമസ്കരിക്കേണ്ടത് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, തല താഴ്ത്തുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ 18 വർഷം നമുക്ക് നഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ പല മാതാപിതാക്കളും മരിച്ചപ്പോൾ സ്വന്തം മക്കൾ ബാത്റൂമിൽ ഒളിച്ചിരുന്നു മയ്യത്ത് നമസ്കാരം കഴിയുന്നത് വരെ. ഇതേ കാരണം അവർക്ക് നമസ്കരിക്കാൻ അറിയില്ല. ഉമ്മക്ക് പുറത്തു കൊടുക്കണേ, ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അറിയില്ല. ആരാണ് കാരണക്കാരൻ? നമ്മൾ പലരെയും പറയാറുണ്ട്. അതുകൊണ്ട് കാരണങ്ങൾ അന്വേഷിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ പരിഹാരത്തെ പ്രിയപ്പെട്ടവരെ പറയപ്പെടുകയാണ്. ആ പരിഹാരത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രിയപ്പെട്ടവരെ എന്തൊഴിവാക്കിയാലും, അന്നൊരു കല്യാണമുണ്ടോ, മറ്റുള്ള സൽക്കാരങ്ങളുണ്ടോ, വിരുന്നുകളുണ്ടോ, യാത്രകളുണ്ടോ, അല്ലെങ്കിൽ വിനോദങ്ങളുണ്ടോ, ഇൻഷാ അല്ലാഹ് നമ്മളതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഞായറാഴ്ച ദിവസം ഈ ഭാഗത്തുനിന്ന് വാഹനം പുറപ്പെടുമ്പോൾ എൻ്റെ കൗമാരത്തിലെത്തിയ മക്കൾ
അതിലുണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം അത് അനന്തരം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗീയ ആരാമമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തങ്ങളായ സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങൾ കൊണ്ട്, ഞെരുക്കങ്ങൾ കൊണ്ട് നൊമ്പരം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളെ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ ഏറെ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സ്വാലിഹീങ്ങളായും നമ്മളെ മക്കളെയെല്ലാം മാറ്റുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം പകരം കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും കൊടുക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു പകരം കൊടുക്കുമാറാകട്ടെ. ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. യുദ്ധം കൊണ്ടുണ്ടാകുന്ന എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനുമെല്ലാം സംരക്ഷണം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന والمستضعفين في كل مكان اللهم انصر المسلمين والمستضعفين في فلسطين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.